ഇന്ന് അൻഷിയുടെ കല്യാണാണ്. ഇവള് എന്തെല്ലാം ഇവിടെ പണിയെടുക്കുന്നുണ്ട്. എന്താണ് അൻഷി രണ്ട് വാക്ക് പറ കല്യാണത്തിനെ പറ്റി? വളരെ നല്ലൊരു ഇതാണ്. ഇതെന്നെ കൊണ്ട് പറയാന്ന് വെച്ചാൽ ഇത് വളരെ മനോഹരമാണ്. ഹണിയും സഫയൊക്കെ കൂടിയിട്ട് അൻഷിക്ക് ഇങ്ങനെ മേക്കപ്പിൽ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കിച്ചണിലാണ് ഹെൽപ്പ് ചെയ്തത്. മുന്നോട്ടേക്ക് ലിഫ്റ്റ് മുന്നോട്ടേക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്ന നല്ലായിരിക്കും. അൻഷി ഫുള്ള് റെഡിയായി വന്നപ്പോൾ ഹീരാമണ്ടി സീരീസിലൊക്കെ ഉള്ള പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയായിരുന്നു ബിയോണ്ട് വേർഡ്സ്. പിന്നെ ഞങ്ങൾ പോയി റെഡിയായൊക്കെ വന്നു. പിന്നെ കുറേ ഫോട്ടോഷൂട്ട്സും ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ജിംഷാദൊക്ക വന്നത്. ഞങ്ങളൊക്കെ അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. പുയ്യാപ്പിള സൽക്കാരം തലശ്ശേരി ഭാഗത്തുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അത്രയും നല്ല രീതിയിലാണ് സൽക്കരിക്കുന്നത്. ഇനി ജിംഷാദൊക്കെയും ഫാമിലിയും ഒക്കെ വന്നു. നിക്കാഹൊക്കെ കഴിഞ്ഞ് ഇനി മെഹർ കൊടുക്കുക, പിന്നെ അൻഷീൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, അങ്ങനെ ഒരുപാട് കുറേ കാര്യങ്ങളാണ് ഈ ഒരു ചടങ്ങിൽ വരുന്നത്. അത് മലബാറീസിന് എല്ലാ ഒരു തലശ്ശേരി ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ശരിക്കും ആ ഫാമിലി പോലെ തന്നെ ആയിരുന്നു. ഞാൻ കുറേ കിച്ചണിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നിന്നു. കാരണം എനിക്ക് എൻ്റെ വീട് പോലെ തന്നെയാണ് അൻഷീൻ്റെ വീട് വരുന്നത്. ഉമ്മയാണെങ്കിലൊക്കെ ആ ഒരു മൂഡിലാണ് എൻ്റെ അടുത്തൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ജിംഷാദക്കയുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. പുയ്യാപ്പിളെ അൻഷീൻ്റെ റൂമിലേക്ക് വിടുകയാണ്, റൂമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണിത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആയിട്ട് ആ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. കേക്കൊക്കെ വന്നിട്ടുണ്ട്. ക്ഷീണം പിടിച്ച് ഗ്രൂപ്പിനെ ടെൻഷനിലുള്ള ഐശായി ആൻറ്റി, പിന്നെ അനിലങ്കലിനെ വിളിക്കാൻ പറ്റാത്തതിൻ്റെ ടെൻഷനിലുള്ള ചെക്കനതാ ഗൈസ് അവിടെ ഉണ്ട്. കണ്ണുന്ന ടെൻഷനെ കാത്തിരിക്കാന്ന്. ഓള് വരാത്ത എന്താണെന്ന് കേക്ക് ഉരുക്കി പോകുന്നുള്ള ടെൻഷനിലുള്ളത്. ഓള് മാറ്റാൻ പറ്റുള്ളൂ അല്ലേ? ഓളെ കുറിച്ച് രണ്ട് വാക്ക് വേഗം മാറ്റിയിട്ട് വന്നാൽ മെൽറ്റാവാണ്ട് കേക്ക് തിന്നാം. സത്യം ഗൈസ്, ഇങ്ങനെ കേക്കൊക്കെ മെൽറ്റായി തുടങ്ങുന്നുണ്ട്. പാവം വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് സോങ് എല്ലാം പ്ലേ ചെയ്യാനായി. ഏതൊരു ഹോം ബേക്കറിൻ്റെ അടുത്തു നിന്നാണ് ഈ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തന്നതാണ്. നമ്മൾ എന്താ അത്ര എനിക്ക് ബിയോണ്ട് വേർഡ്സ് ആണ് എനിക്ക് ഈ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിദ്ധുവിൻ്റെ ഹാപ്പിനെസ് കൂടെ കണ്ടപ്പോൾ എന്താ പറയുക, അത്രയും സാറ്റിസ്ഫൈഡ് ആണ്, അത്രയും ഹാപ്പിയാണ് എൻ്റെ സോള്. ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് എത്രയോ കാലം വെയിറ്റ് ചെയ്ത പോലത്തൊക്കെ ആ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്ത് തരാൻ എനിക്കറിയില്ല. അത്രയും ഹാപ്പിയാണ്. അൻഷിക്കും ജിംഷാദിക്കും ജിബുവിനും ഒക്കെ സൂപ്പർ ലൈഫാണ് എനിക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പുയ്യാപ്പിള സൽക്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയന്മാരൊക്കെ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഒപ്പരം ഇരുന്ന് ഫുഡ് കഴിക്കാൻ